ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റിനൈസൻസ് ലീഡേഴ്സിനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അടുത്ത ലീഡറിനെ പരിചയപ്പെടാം. മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1778 ജനുവരി 2 ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന സ്ഥലത്താണ്. അപ്പം ഈ 1878 എന്നുള്ള ഇയർ കഴിഞ്ഞ ദിവസം നമ്മൾ 1879 ജനിച്ച ഒരു ലീഡറിനെ പരിചയപ്പെട്ടു. ആരായിരുന്നു അത്? ഞാൻ പറഞ്ഞു 60 വയസ്സ് 30 എന്നുള്ള രണ്ട് ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പൊയ്കയിൽ കുമാര ഗുരുദേവൻ അഥവാ പൊയ്കയിൽ അപ്പച്ചൻ. അതിന് തൊട്ട് തലേവർഷമായിരുന്നു മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. ഈ ജനുവരി 2 എന്നുള്ള ഈ ഡേറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് 2014 മുതൽ നമ്മുടെ കേരള ഗവൺമെന്റ് മന്നം ജയന്തിയായിട്ട് ആചരിക്കുന്നത് ജനുവരി 2 ആണ്. അപ്പം ജനിച്ചത് 1878 ജനുവരി 2 ആണെന്ന് ഓർക്കുക. പെരുന്ന ചങ്ങനാശ്ശേരിയിലാണ്. ജനന വർഷവും ജനന തീയതിയും പഠിച്ചു വെക്കണം. ഓക്കെ, ഡേറ്റ് ഓഫ് ഡെത്ത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, അദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ് ഭാരത കേസരി, കേരള, മദൻ മോഹൻ മാളവി. ഈ രണ്ട് പേരുകളിലാണ് മന്നത്ത് പത്മനാഭൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നിക് നെയിംസ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അയ്യങ്കാളിയെ ആളിക്കത്തിയ തീപ്പൊരി എന്നും കേരള സ്പാർട്ടക്കസ് എന്നും ഒക്കെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പൊയ്കയിൽ കുമാര ഗുരുദേവനെ പൊയ്കയിൽ അപ്പച്ചൻ എന്ന് വിളിക്കുന്നുണ്ട്. യോഹനാൻ എന്നുള്ള നെയിം റീനെയിം ചെയ്തിട്ടാണ് പൊയ്കയിൽ കുമാര ഗുരുദേവൻ അഥവാ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരള നെപ്പോളിയൻ എന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ നേതാക്കളും അവരുടെ നിക് നെയിംസും പഠിച്ചു വെക്കണം. ഉറപ്പായിട്ടും ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭാരത കേസരി, കേരള, മദൻ മോഹൻ മാളവി ഈ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്ന പദവി 1959 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന് നൽകിയതാണ്. കേരള മദൻ മോഹൻ മാളവി എന്ന അദ്ദേഹത്തെ വിളിച്ചത് സർദാർ KM പണിക്കറാണ് എന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ്, മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് 921. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പൊയ്കയിൽ കുമാര ഗുരുദേവൻ 2 പ്രാവശ്യം ശ്രീമൂലം പ്രജാസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 921 31 2 പ്രാവശ്യം. മന്നത്ത് പത്മനാഭനെ തെരഞ്ഞെടുത്ത വർഷമാണ് 921 എന്ന് ഓർക്കുക. ഓക്കെ, മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും നമുക്ക് മനസ്സിൽ ഇമ്പോർട്ടന്റ് ഏതാണ് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിൽ 2-3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് NSS ആണ്, അടുത്ത വിമോചന സമരം, അടുത്തതാണ് സവർണ ജാഥ. സവർണ ജാഥ എന്ന് പറയുന്നത് നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം 924 TK മാധവന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നു. അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു സവർണ ജാഥ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ നടത്തി. അതിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് എന്ന് ഓർക്കുക. 924 ഇയർ എന്ന് ഓർക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിലും മന്നത്ത് പത്മനാഭന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 931 ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്. ഗുരുവായൂർ സത്യാഗ്രഹം കേളപ്പന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കേളപ്പനാണ്. അപ്പൊ രണ്ടും തിരിച്ചു പോകാതെ ആലോചിക്കുക. പക്ഷെ നേതൃത്വം നൽകിയത് കേളപ്പനാണ്. പക്ഷെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്, സെക്രട്ടറി ആയിരുന്നു കേളപ്പൻ. അപ്പം അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതല്ല, എന്നാലും ഞാൻ അതുകൂടി പറഞ്ഞേക്കാം. NSS നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. NSS നായർ സർവീസ് സൊസൈറ്റി ഫോം ചെയ്യാനൊക്കെ നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. പക്ഷെ NSSന്റെ ഫസ്റ്റ് പ്രസിഡന്റ് കേളപ്പനായിരുന്നു. മന്നത്ത് പത്മനാഭൻ NSSന്റെ സെക്രട്ടറി ആയിരുന്നു എന്ന് ഓർക്കുക. ഇപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. അതേസമയം NSSന്റെ പ്രസിഡന്റ് കേളപ്പനായിരുന്നു. അതുപോലെ സെക്രട്ടറി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കേളപ്പനായിരുന്നു. ഇതിന്റെ NSSന്റെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഏതെങ്കിലും ഒന്നെങ്കിലും കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെക്കുക. നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ഓർത്താൽ മതി. അദ്ദേഹം 2 രീതിയിലും അവർ സെക്രട്ടറിമാരായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പൻ, അവിടുത്തെ സെക്രട്ടറി. NSSന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ, അദ്ദേഹം ഇവിടുത്തെ സെക്രട്ടറി ആണെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ്, മന്നത്ത് പത്മനാഭൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം 1947 1947 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. ആ വർഷം തന്നെ കാഴ്ചവെച്ച പ്രസംഗമാണ് മുതുകുളം പ്രസംഗം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് നേതാവിന്റെയാണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നൊക്കെ പറഞ്ഞ് PSC ചോദിച്ചിട്ടുണ്ട്. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ നടത്തിയതാണ്. ഉത്തരവാദിത്ത ഫണ്ടത്തിന് വേണ്ടി നടത്തിയ ഒരു പ്രസംഗമാണ്. അന്നത്തെ കാലത്ത് അറിയാമല്ലോ, പല നമ്മള് 2-3 ഭാഗങ്ങളായിട്ടൊക്കെ കേരളം ഡിവൈഡ് ചെയ്യപ്പെട്ടേക്കുമായിരുന്നു. കേരളമായിട്ട് ഫോം ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു.
സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷം 1956 കേരളം എന്നൊരു സംസ്ഥാനം നിലവിൽ വന്നത്. അപ്പം ഉത്തരവാദിത്ത ഭരണത്തിനായിട്ട് അതിനുവേണ്ടി കുറേ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി അതിന്റെ ഭാഗമായിട്ട് മനത്ത് പത്മനാഭൻ നടത്തിയ പ്രസംഗമാണ് മുതുകുളം പ്രസംഗം. മുതുകുളം പ്രസംഗം പറയുമ്പം മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസംഗമുണ്ട്, കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സി കേശവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക. അപ്പൊ കോഴഞ്ചേരി എന്ന് പറയുമ്പം കോഴഞ്ചേരി കേശവൻ അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. കെ രണ്ടിലും കെ ഉണ്ടല്ലോ. അതുപോലെ മുതുകുളം മന്നം അങ്ങനെ ആലോചിച്ചാൽ മതി. തെറ്റിപ്പോകാതെ കൺഫ്യൂഷൻ ആകാതെ പഠിച്ചോണം. ഓക്കെ, നെക്സ്റ്റ് മനത്ത് പത്മനാഭൻ 1949 ട്രാവങ്കൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി. 1921 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലായിരുന്നു അംഗമായത്. അതിനുശേഷം 49 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. പിന്നെ ഒരു രാജാവിന്റെ പേരിലുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒന്നും ഇല്ലല്ലോ. അതിനുശേഷം ട്രാവങ്കൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അദ്ദേഹം അംഗമായത് 1949 ആണെന്ന് ആലോചിക്കുക. ഓക്കെ, നെക്സ്റ്റ് 1950 മന്നത്ത് പത്മനാഭൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറുമായിട്ട് ചേർന്ന് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്നൊരു പുതിയ പാർട്ടി ഫോം ചെയ്തു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, വർഷം ചോദിച്ചിട്ടുണ്ട്, ആരുമായിട്ട് ചേർന്നാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1950 ആർ ശങ്കറുമായിട്ട് ചേർന്നിട്ട് മനത്ത് പത്മനാഭൻ ആരംഭിച്ചതാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. അതുപോലെ ഹിന്ദു മഹാമണ്ഡലം എന്നുള്ള ഒരു സംഘടന സ്ഥാപിച്ചതും ആർ ശങ്കറുമായിട്ട് ചേർന്നിട്ടാണ്. ഇത് രണ്ടും മനത്ത് പത്മനാഭനും ആർ ശങ്കറിന്റെയും കൂടി സംഘടനയായിരുന്നു. അവർ രണ്ടുപേരോട് ചേർന്ന സംഘടനയാണ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത നെക്സ്റ്റ് മനത്ത് പത്മനാഭന്റെ ഫേമസ് ആയിട്ടുള്ള ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. PSC ഒരു 50-100 വട്ടയിലും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു എന്റെ ജീവിത സ്മരണകൾ എന്നുള്ള ആത്മകഥ. എന്റെ ജീവിത സ്മരണകൾ പറഞ്ഞപ്പം അതുപോലെ തന്നെ വേറെ ഒരു ആത്മകഥയുണ്ട്, എന്റെ ജീവിത കഥ. എന്റെ ജീവിത കഥ എന്നൊരു ആത്മകഥയുണ്ട്. അത് AKGയുടെയാണ്, AK ഗോപാലന്റെയാണ്. നമുക്ക് ആ റിനൈസൻസ് ലീഡറിനെ പഠിക്കാനുണ്ട്. പ്രിലിമിനറിക്ക് അത് പ്രത്യേകമായിട്ട് തന്നിട്ടില്ല. ഓക്കെ, എന്റെ ജീവിത സ്മരണകൾ മനത്ത് പത്മനാഭന്റെയാണ്. എന്റെ ജീവിത കഥ AKGയുടെ ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി മനത്ത് പത്മനാഭനുമായിട്ട് ഉള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് വിമോചന സമരം. വിമോചന സമരം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ 1989 നമ്മുടെ EMS മിനിസ്ട്രി താഴെ വീഴാൻ കാരണമായിട്ടുള്ള സമരമാണ് ലിബറേഷൻ സ്ട്രഗിൾ അഥവാ വിമോചന സമരം. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ഒരു വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചു. അതിനെ ചൊല്ലിയുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളുമാണ് വിമോചന സമരത്തിലേക്ക് നയിച്ചത്. വിമോചന സമരം 1959 ജൂൺ 12 നടന്നതെന്ന് ആലോചിക്കുക. 1959 ജൂൺ 12 നടന്നത്. വിമോചന സമരം എന്ന വേർഡ് കൊണ്ടുവന്ന പനമ്പള്ളി ഗോവിന്ദമേനോൻ ആണ്. വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് മനത്ത് പത്മനാഭൻ ഒരു ജീവശിഖാ മാർച്ച് നടത്തിയിരുന്നു അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. അപ്പം ഈ സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വൈക്കം ടു തിരുവനന്തപുരമാണ് നടത്തിയത്. ഇത് ജീവശിഖാ മാർച്ച് നടത്തിയത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ്. ഇത് വിമോചന സമരത്തിന്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കിയത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ വിമോചന സമരം 59 ജൂൺ 12 നടത്തി എന്ന് പറഞ്ഞു. 59 ജൂലൈ 31 EMS മിനിസ്ട്രി പിരിച്ചുവിട്ടു. ഇവിടെ പ്രസിഡൻഷ്യൽ ഭരണമൊക്കെ ആയി. ഓക്കെ, ഇനി അടുത്തത് NSS എന്നുള്ള സംഘടന. മനത്ത് പത്മനാഭൻ ചുക്കാൻ പിടിച്ച സംഘടനയായിരുന്നു ഞാൻ പറഞ്ഞു. അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആരൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഫോം ചെയ്ത വർഷം മാസം ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. 1914 ഒക്ടോബർ 31 NSS ഫോം ചെയ്തത്. ഓക്കെ, കേരളം പ്രസിഡന്റ് ആയിരുന്നു എന്നും പറഞ്ഞു. ഇത്രയുമാണ് മനത്ത് പത്മനാഭനെ കുറിച്ച് PSC പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഫാക്ട്സ്. എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കുക. നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. റിനൈസൻസ് എന്നുള്ള പോർഷൻ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനിയും മാത്സിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടുത്ത വീഡിയോ ചെയ്യാം. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.